ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ് എന്ന യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കിങ്ഡം മൊണീറയുടെയും പ്രോട്ടിസ്റ്റയുടെയും ഫംഗയുടെയും ക്ലാസിഫിക്കേഷനാണ് മേജർ ആയിട്ട് കാണുന്നത്. പിന്നെ കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമേലിയും അടുത്ത 2 ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ വൈറസസ് എന്താണെന്നും വൈറോയിഡ്സ് എന്താണെന്നും അതേപോലെ ലൈക്കൻ എന്താണെന്നും ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഇൻട്രോഡക്ടറി പോർഷൻ നോക്കാം. സിൻസ് ദ ഡോൺ ഓഫ് സിവിലൈസേഷൻ, അതായത് പരിഷ്കാരത്തിന്റെ ഉദയത്തോടുകൂടി, ദ ഡോൺ ഓഫ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പരിഷ്കാരം സ്റ്റാർട്ട് ചെയ്തതോടുകൂടി പല തുടങ്ങിയിട്ടുണ്ട് ലിവിങ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് കാലത്ത് ഉള്ള ഏൻഷ്യന്റ് ആളുകൾ ഈ ഇൻസ്റ്റിങ്റ്റീവ്ലി ഇറ്റ് വാസ് ഓൾറെഡി ഡൺ, അതായത് സ്വതസിദ്ധമായിട്ട് അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സയന്റിഫിക് ബേസിസിലൊന്നും ആയിരുന്നില്ല. അവരുടെ യൂസ് അനുസരിച്ചായിരുന്നു ലിവിങ് ഓർഗാനിസത്തിനെ അവരുടെ യൂസ്, ആ ലിവിങ് ഓർഗാനിസത്തിനെ അവർ യൂസ് ചെയ്തിരുന്നതനുസരിച്ചായിരുന്നു ഈ ലിവിങ് ഓർഗാനിസത്തിനെ അവർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സയന്റിഫിക് ബേസിസിലല്ല അവർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂസും ഡിസ്യൂസും ഒക്കെ അനുസരിച്ച് ഫസ്റ്റ് ലിവിംഗ് ഓർഗാനിസത്തിനെ ഇൻസ്റ്റിങ്റ്റീവ്ലി, നോട്ട് സയന്റിഫിക്കലി, ഇറ്റ് വാസ് ക്ലാസിഫൈഡ്. ഓക്കെ, അരിസ്റ്റോട്ടിലാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത സയന്റിഫിക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് അറ്റംപ്റ്റ് എടുത്തത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം ഈ ചില സിമ്പിൾ ആയിട്ടുള്ള മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ലിവിംഗ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തത്. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് പ്ലാന്റ്സിനെ അദ്ദേഹം ആ പ്ലാന്റിന്റെ വലുപ്പം അനുസരിച്ച് ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് ഇങ്ങനെ 3 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ട്രീസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മരങ്ങൾ, ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ, ഹെർബ്സ് എന്ന് പറഞ്ഞാൽ പുല്ലുവർഗ്ഗങ്ങൾ, അങ്ങനെ 3 ഗ്രൂപ്പായിട്ടാണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത്. അതേപോലെ തന്നെ അദ്ദേഹം ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തു. ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്ത് 2 ഗ്രൂപ്പായിട്ടാണ്. ഈ 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്ത്, ഒന്ന് വിത്ത് റെഡ് ബ്ലഡ് എനായിമ എന്നാണ് പറയുന്നത്. With red blood, it is represented as enaima. With red blood, the organisms with red blood is called as enaima. അദ്ദേഹം ഇങ്ങനെയാണ് വിളിച്ചത് കേട്ടോ. അതേപോലെ തന്നെ വിത്തൗട്ട് റെഡ് ബ്ലഡ് ഹി കോൾഡ് ആസ് അനായിമ എന്ന് വിളിച്ചു, റെഡ് ബ്ലഡ് ഇല്ലാത്ത ഓർഗാനിസത്തിനെ. അപ്പൊ പ്ലാന്റ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു, ആനിമൽസിനെ അദ്ദേഹം 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, ഇനി ലിനേയസിന്റെ ടൈമിൽ 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അദ്ദേഹം കൊണ്ടുവന്നു. 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അദ്ദേഹം ഓർഗാനിസത്തിനെ 2 കിങ്ഡം, ദാറ്റ് ഈസ് കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ എന്നാണ് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, അതായത് എല്ലാ പ്ലാന്റ്സും കൂടെ കിങ്ഡം പ്ലാന്റയിലും എല്ലാ ആനിമൽസും കൂടെ കിങ്ഡം ആനിമേലിയയിലും ആണ് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, ഈ ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇന്ന് വളരെ അടുത്ത കാലം വരെ യൂസ് ചെയ്തിരുന്നതാണ്. ഓക്കെ, ഈ ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിനെയും പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിനെയും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. യൂണിസെല്ലുലാർ ഓർഗാനിസവും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം, അതായത് ഗ്രീൻ ആൽഗയും ഫംഗസും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പോലും ഡിഫർ ചെയ്യുന്ന പല ഓർഗാനിസംസും ഒരേ കാറ്റഗറിയിൽ വരുന്നുണ്ട് ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ. അതായത് കിങ്ഡം പ്ലാന്റയിലും അനിമേലിയയിലും ആണല്ലോ എല്ലാ ഓർഗാനിസത്തിനെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പക്ഷെ വളരെ ഈസിയാണ്, അത് ചെയ്യാനും ഈസിയാണ്, നമുക്ക് മനസ്സിലാക്കാനും വളരെ ഈസിയാണ്. പക്ഷെ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഇറ്റ് ഡിഡ് നോട്ട് ഫോൾ ഇൻ ടു എയ്തർ കാറ്റഗറി. അതായത് ഈ 2 ഗ്രൂപ്പിലും പെടാതെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിംഗ് ഓർഗാനിസത്തിൽ പെടാത്ത ഒരുപാട് ഓർഗാനിസംസും വന്നു. അതുകൊണ്ട് തന്നെ ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അത് കുറെ കാലം നിലനിന്നെങ്കിലും അത് ഒരു അപര്യാപ്തമായ ക്ലാസിഫിക്കേഷൻ, ഇനാഡിക്വേറ്റ് ക്ലാസിഫിക്കേഷൻ ആണെന്ന് മനസ്സിലായി. കാരണം എന്താണ്, ദ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സിന് പോലും ഡിഫറൻസ് ഉള്ള ഓർഗാനിസം ഒരേ ഗ്രൂപ്പിൽ വന്നു. അതേപോലെ പല ഓർഗാനിസംസും ഈ 2 ഗ്രൂപ്പിലും പെടാതെയും പോയി. അതുകൊണ്ടാണ് ഇത് ഇനാഡിക്വേറ്റ് ആണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അതുകൊണ്ട് തന്നെ കുറേയും കൂടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ടാക്സോണമി ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു നീഡ് അറൈസ് ചെയ്തു. ഓക്കെ, അതായത് ഗ്രോസ് മോർഫോളജിയുടെ ഒപ്പം തന്നെ, അതായത് അതിന്റെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിന്റെ ഒപ്പം തന്നെ വേറെ
ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയ അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താണ് ഡീപ്പായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയ സെൽ സ്ട്രക്ചറും നേച്ചർ ഓഫ് വോളും മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഹാബിറ്റാറ്റ്, മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ, എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഇതൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ വേ ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാം എന്ന് മനസ്സിലാവുകയും അത് അങ്ങനെ ഒരു ആവശ്യകത എറൈസ് ചെയ്യുകയും ചെയ്തു. കാരണം ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇനാഡിക്വേറ്റ് ആയതുകൊണ്ടാണത്. അതുകൊണ്ട് തന്നെ ക്ലാസിഫിക്കേഷൻ, ലിവിങ് ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് അത് കഴിഞ്ഞിട്ട് പല ചേഞ്ചസും, അത് കാലത്തിനനുസരിച്ച് ഒരുപാട് ചേഞ്ചസ് വന്നേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമ്മൾ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ നോക്കുമ്പോൾ അവരൊരു കോൺസ്റ്റന്റ് രണ്ട് ഗ്രൂപ്പാണ്. പ്ലാന്റ്, ആനിമൽ എന്ന് പറയുമ്പോൾ അവരൊരു കോൺസ്റ്റന്റ് ഗ്രൂപ്പാണ്. പക്ഷേ നമുക്ക് മനസ്സിലാവും ഈ ക്ലാസിഫിക്കേഷൻ പ്രോഗ്രസ് ആയതോടുകൂടി ഈ രണ്ട് കിങ്ഡത്തിലും വരുന്ന ഓർഗാനിസംസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന മനസ്സിലാവും. അതായത് ആനിമൽ കിങ്ഡത്തിൽ വരുന്ന ചില ഓർഗാനിസത്തിനെ എടുത്ത് വേറെ ചില കിങ്ഡം ഉണ്ടാക്കുകയും ആ കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ പ്ലാന്റ്സിൽ നിന്നാണെങ്കിലും ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ച് ചില ഓർഗാനിസത്തിനെ അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് വേറെ ഗ്രൂപ്പിൽ പെടുത്തിയേക്കുന്നതും കാണാം. അപ്പൊ ഈ പറയുന്ന ഈ കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമേലിയ ഒരു സോളിഡ് കിങ്ഡം ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു സോളിഡ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ പോലും, അതിനകത്ത് കാണുന്ന ഓർഗാനിസംസ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാം ഈ പ്രോഗ്രസ് ഓഫ് ദ ക്ലാസിഫിക്കേഷനോട് കൂടി. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ എന്താണ് നമ്പർ ആൻഡ് നേച്ചർ ഓഫ് അതർ കിങ്ഡം, അതായത് വേറെ പുതിയ പുതിയ കിങ്ഡംസ് ഉണ്ടാവുകയും ആ കിങ്ഡം പല ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ വെച്ചാണ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത്. അത് പല സയന്റിസ്റ്റ് ഇതിലിങ്ങനെ വർക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ പുതിയ പുതിയ കിങ്ഡം ഡെവലപ്പ് ചെയ്യാനും ആ പുതിയ കിങ്ഡം ഡെവലപ്പ് ചെയ്യാൻ പർട്ടിക്കുലർ ക്യാരക്ടർ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത ചില കിങ്ഡംസ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സീ ഹിയർ, ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇനാഡിക്വേറ്റ് ആയപ്പോൾ ദാറ്റ് ലീഡ് ടു എ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതിനകത്ത് 3 കിങ്ഡം ആണ് ഉള്ളത്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ഏൺസ്റ്റ് ഹെയ്ക്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് അഡീഷണൽ ആയിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫർദർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഏൺസ്റ്റ് ഹെയ്ക്കൽ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ പുറത്തെടുത്തു. കിങ്ഡം പ്ലാന്റേന്നും കിങ്ഡം ആനിമേലിയെന്നും യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ പുറത്തെടുത്ത് ഈ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ എല്ലാത്തിനെയും കൂടി കൂട്ടിയിട്ട് ഒരു പുതിയ കിങ്ഡം ഡിസൈൻ ചെയ്തു. ദാറ്റ് വാസ് കിങ്ഡം പ്രോട്ടിസ്റ്റ. അങ്ങനെയാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന 3rd കിങ്ഡം ഡെവലപ്പ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്ത കിങ്ഡമാണ് 4 കിങ്ഡം. ഞാൻ ഇപ്പുറത്താണ് എഴുതുന്നത്. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന സയന്റിസ്റ്റ് കോപ്ലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന സയന്റിസ്റ്റ് കോപ്ലാൻഡ് എന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം നോക്കിയപ്പോൾ ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ കുറെ പ്രോ കാരിയോട്ടിക് ഓർഗാനിസംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോപ്ലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഈ കോപ്ലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹം ഇൻകോർപ്പറേറ്റ് ചെയ്ത അല്ലെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത ഒരു കിങ്ഡം ഏതാന്ന് ചോദിച്ചാൽ കിങ്ഡം മൊണീറയാണ് കേട്ടോ. അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ 2 കിങ്ഡത്തിൽ നിന്നും ഈ 3 കിങ്ഡത്തിൽ നിന്നും ഏതൊക്കെ ഓർഗാനിസം ആണോ പ്രോ കാരിയോട്സ് ഉള്ളത്, അതായത് അതിന്റെ ന്യൂക്ലിയസ് പ്രിമിറ്റീവ് ആയിട്ടുള്ളത്, അതിന്റെ ന്യൂക്ലിയർ മെറ്റീരിയലിന് ഔട്ടർ കവർ ഇല്ലാത്തത്, ആ ഓർഗാനിസത്തിനെ അദ്ദേഹം പുറത്തെടുത്ത് അതിന് ഒരു സെപ്പറേറ്റ് കിങ്ഡം അദ്ദേഹം ഡിസൈൻ ചെയ്തു. ദാറ്റ് വാസ് കിങ്ഡം മൊണീറ. ഈ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമലിയ, ഇങ്ങനെ 4 കിങ്ഡം ഡെവലപ്പ് ചെയ്തതിന് ശേഷവും RH വിറ്റേക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1969 ഒന്ന് നോക്കിക്കേ, 1969 അദ്ദേഹം ചെയ്തത്. അപ്പൊ അതുവരെയൊക്കെ ഈ പറയുന്ന 2 കിങ്ഡം 3 കിങ്ഡം 4 കിങ്ഡം ഒക്കെ ആണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് 2 കിങ്ഡം ഏറ്റവും അധികം നാൾ നിലനിന്നത്. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിറ്റേക്കർ ആണ് കൊണ്ടുവന്നത്. RH വിറ്റേക്കർ
RH വിറ്റേക്കർ 1969 അദ്ദേഹം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കിങ്ഡം പ്ലാന്റയിൽ അദ്ദേഹം നോക്കുമ്പോൾ ഒരു ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായ മോഡ് ഓഫ് ന്യൂട്രീഷൻ, കിങ്ഡം പ്ലാന്റയിൽ അദ്ദേഹം ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന ഓർഗാനിസവും കണ്ടു, ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന ഓർഗാനിസവും കണ്ടു. അപ്പോൾ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന ഓർഗാനിസത്തിനെ അദ്ദേഹം പുറത്തെടുത്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഹി ജസ്റ്റ് നെയിംഡ് ഇറ്റ് ആസ് കിങ്ഡം ഫംഗൈ. ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന പ്ലാന്റയിൽ നിന്ന് പുറത്തെടുത്ത മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള പ്ലാന്റയിൽ നിന്ന് പുറത്തെടുത്ത ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ ആ ഒരു കിങ്ഡം ആണ് ഫംഗൈ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, കിങ്ഡം ഫംഗൈ ഡെവലപ്പ് ചെയ്തു, കിങ്ഡം മൊണീറ ഡെവലപ്പ് ചെയ്തു, ആൻഡ് കിങ്ഡം പ്രോട്ടിസ്റ്റ ഈസ് ഡെവലപ്ഡ്. കണ്ടോ, ഈ 3 കിങ്ഡം പിന്നീട് ഡെവലപ്പ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് വായിച്ചു നോക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ സീ ദ നെക്സ്റ്റ്. ഓക്കെ, biological classification. Since the dawn of civilization, there have been many attempts to classify living organisms. It was done instinctively, not using criteria that were scientific, but born out of a need to use organisms for our own use for food, shelter, and clothing. Aristotle was the earliest to attempt a more scientific basis for classification. He used simple morphological characters to classify plants into trees, shrubs, and herbs. He also divided animals into 2 groups, those which had red blood, anaima എന്നും, and those that did not, that is anaima എന്നും അദ്ദേഹം വിളിച്ചു. In Linnaeus time, a 2-kingdom system of classification with the Plantae and Animalia kingdoms was developed that included all plants and animals respectively. This system was used till very recently. This system did not distinguish between the eukaryotes and prokaryotes, unicellular and multicellular organisms, and photosynthetic green algae and non-photosynthetic fungi organisms. Classification of organisms into plants and animals was easily done and was easy to understand. In spite, a large number of organisms did not fall into either category. Hence, the 2-kingdom classification used for a long time was found inadequate. A need was also felt for including, besides gross morphology, other characteristics like cell structure, nature of wall, mode of nutrition, habitat, methods of reproduction, evolutionary relationship, etc. Classification systems for the living organisms have hence undergone several changes over time, though plants and animal kingdom have been a constant under all different systems. The understanding of what groups or organisms be included under these kingdoms have been changing. The number and nature of other kingdoms have also been understood differently by different scientists over time. അങ്ങനെ ഡെവലപ്പ് ചെയ്തതാണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ഏൺസ്റ്റ് ഹേക്കൽ ആണ്. അദ്ദേഹം യൂണിസെല്ലുലാർ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ എല്ലാം പുറത്തെടുത്ത് കിങ്ഡം പ്ലാന്റിൽ നിന്നും കിങ്ഡം ആനിമേലിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു കിങ്ഡം ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോപ്ലാൻഡ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡിസൈൻ ചെയ്ത കോപ്ലാൻഡ് ആണ്. അദ്ദേഹം പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിനെ സെപ്പറേറ്റ് ചെയ്ത് അദ്ദേഹം അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് കിങ്ഡം മൊണീറ ഉണ്ടാക്കി. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് RH വിറ്റേക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം കിങ്ഡം പ്ലാന്റിൽ നിന്ന് ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആയിട്ടുള്ള ഫംഗസിനെ പുറത്തെടുത്ത് ഫംഗൈ എന്ന നെക്സ്റ്റ് കിങ്ഡം അദ്ദേഹം ഡിസൈൻ ചെയ്തു. ഇനി നമുക്ക് നോക്കാം ഈ കിങ്ഡം ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഈ 4 സയന്റിസ്റ്റ് കൂടിയിട്ട് ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത RH വിറ്റേക്കർ അല്ല. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എല്ലാ കിങ്ഡവും കൊണ്ടുവന്ന RH വിറ്റേക്കർ അല്ല, പക്ഷെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന RH വിറ്റേക്കർ ആണ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇവിടെ കിങ്ഡം ഫംഗൈ മാത്രമേ ഉള്ളൂ. ബാക്കി കോപ്ലാൻഡ്, മൊണീറ സെപ്പറേറ്റ് ചെയ്തു, ഏൺസ്റ്റ് ഹേക്കൽ പ്രോട്ടിസ്റ്റയെ സെപ്പറേറ്റ് ചെയ്തു, ലിനേയസ് ഓൾറെഡി പ്ലാന്റ് ആൻഡ് ആനിമലിയെ കണ്ടുപിടിച്ച് വെച്ചിരുന്നതാണ് അല്ലെ. അപ്പോൾ അതിനകത്ത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തത് RH വിറ്റേക്കർ ആണ്. അപ്പോൾ ഈ 5 കിങ്ഡംസ് വരെ ഈ സയന്റിസ്റ്റ് എല്ലാം കൂടി എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഫോളോ ചെയ്തത്? RH വിറ്റേക്കർ ഫോളോ ചെയ്തല്ല, 5 കിങ്ഡംസ് വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഫോളോ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ 5 കിങ്ഡംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓർഗാനിസത്തിനെ നേച്ചർ ഓഫ് ന്യൂക്ലിയസ് അനുസരിച്ച്, ന്യൂക്ലിയസിന്റെ നേച്ചർ അനുസരിച്ച് പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ളതിന് പ്രോ ക്യാരിയോട്ട് എന്നും ട്രൂ ന്യൂക്ലിയസ് അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ഉള്ളതിന് യു ക്യാരിയോട്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രോ ക്യാരിയോട്ടിക് ഓർഗാനിസവും യു ക്യാരിയോട്ടിക് ഓർഗാനിസം ഇങ്ങനെ 2 ഗ്രൂപ്പായിട്ട് ഓർഗാനിസത്തിനെ ഡിവൈഡ് ചെയ്തു. ഈ പ്രോ ക്യാരിയോട്ടിക് ഓർഗാനിസംസ് നോക്കിയപ്പോൾ അതിനകത്ത് ഹിയർ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ളതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നേരെ ഒരു ന്യൂക്ലിയസ് പോലും ഇല്ല അതിന് ഇനി ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്യാരക്ടർ എടുത്തിട്ട് ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യകത തോന്നിയില്ല ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ. അതുകൊണ്ട് തന്നെ പ്രോ ക്യാരിയോട്ടിനെ എല്ലാത്തിനെയും കൂടി കിങ്ഡം മൊണീറയിൽ ഇൻക്ലൂഡ് ചെയ്തു. പ്രോ ക്യാരിയോട്ടിനെ എല്ലാത്തിനെയും കൂടിയിട്ട് എവിടെ ഇൻക്ലൂഡ് ചെയ്തു? കിങ്ഡം മൊണീറയിൽ ഇൻക്ലൂഡ് ചെയ്തു. സോ ഹിയർ ദ ഫസ്റ്റ് കിങ്ഡം ഇറ്റ് വാസ് ഡെവലപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസ്, നേച്ചർ ഓഫ് ന്യൂക്ലിയസ് അനുസരിച്ച് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ച് പ്രോ ക്യാരിയോട്ടിക് സെല്ലും യു ക്യാരിയോട്ടിക് സെല്ലും, അതായത് 2 ടൈപ്പ് സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. പ്രോ ക്യാരിയോട്ടിക് സെൽസും യു ക്യാരിയോട്ടിക് സെൽസ് ഉള്ള ഓർഗാനിസംസ് എന്ന് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ പ്രോ ക്യാരിയോട്ടിക് ഓർഗാനിസത്തിനെ എല്ലാത്തിനെയും കൂടി കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുത്തി. ഓക്കെ, ഇനി യു ക്യാരിയോട്ടിക് ഓർഗാനിസംസ് നോക്കിയപ്പോൾ ദർ ആർ എനോർമസ് ഡൈവേഴ്സിറ്റി ഓഫ് യു ക്യാരിയോട്ടിക് ഓർഗാനിസം. അതായത് ട്രൂ ന്യൂക്ലിയസ് ഉള്ള പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യു ക്യാരിയോട്സിനെ നമുക്ക് വീണ്ടും ഏതെങ്കിലും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എടുത്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഏതെങ്കിലും ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൺസിഡർ ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്തേ പറ്റുള്ളൂ. അതിനെ കൺസിഡർ ചെയ്ത നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് നമ്പർ ഓഫ് സെൽസ്. നമ്പർ ഓഫ് സെൽസ് കൺസിഡർ ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് പറയാം ബോഡി ഓർഗനൈസേഷൻ, അതായത് സിംഗിൾ സെല്ലുലാർ ബോഡി ഓർഗനൈസേഷൻ ആണോ മൾട്ടി സെല്ലുലാർ ബോഡി ഓർഗനൈസേഷൻ ആണോ, അല്ലെങ്കിൽ നമ്പർ ഓഫ് സെൽസ് കൺസിഡർ ചെയ്ത് കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് സെൽസ് നോക്കിയപ്പോൾ യു ക്യാരിയോട്ടിക് ഓർഗാനിസത്തിൽ ചില യൂണിസെല്ലുലാർ യു ക്യാരിയോട്ടിനെ കണ്ടു. അതായത് അതിന്റെ കംപ്ലീറ്റ് ബോഡി എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ലാണെങ്കിലും അതിന് നല്ലൊരു ന്യൂക്ലിയസ് ഉള്ളതായിട്ട് കണ്ടു. അപ്പൊ അതിനെ സിംഗിൾ സെല്ലുള്ള യു ക്യാരിയോട്ടിക് ഓർഗാനിസത്തിന് എല്ലാം കൂടിയിട്ട് പ്രോട്ടിസ്റ്റ എന്ന നെക്സ്റ്റ് കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്തു. സോ ഹിയർ ദ കിങ്ഡം Protista was developed, that is according to the character number of cells. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എടുത്തു നോക്കിയപ്പോൾ അവിടെയുണ്ട് കുറേ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസ്. അപ്പോൾ അവിടെ നെക്സ്റ്റ് ഫണ്ടമെന്റൽ ക്യാരക്ടറിന്റെ ആവശ്യകത, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തത് സെൽ വോൾ ആണ്. പ്രസൻസ് ഓഫ് സെൽ വോൾ, അതായത് സെൽ വോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയപ്പോൾ ദേ ഗോട്ട് 2 groups, that is സെൽ വോൾ പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസംസും സെൽ വോൾ ആബ്സെന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് കിട്ടി. ഓക്കെ, അപ്പൊ സെൽ വോൾ പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസം, സെൽ വോൾ കണ്ടെയ്നിങ് ഓർഗാനിസംസും സെൽ വോൾ ആബ്സെന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ്, സെൽ വോൾ ഇല്ലാത്ത ഓർഗാനിസം എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ സെൽ വോൾ ഉള്ള ഓർഗാനിസംസ് നോക്കിയപ്പോൾ, സെൽ വോൾ ഉള്ള ഓർഗാനിസംസിനെ നോക്കിയപ്പോൾ അത് ഒരൊറ്റ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അതിന്റെ വേറൊരു ഫണ്ടമെന്റൽ നേച്ചറാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അവർ ഏത് തരത്തിലുള്ള ഫീഡിങ് ഹാബിറ്റാണ് കാണിക്കുന്നത് എന്ന്. അപ്പോൾ അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കിയപ്പോൾ കുറെ ഓർഗാനിസം ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് കാണിച്ചത്, ഈ സെൽ വോൾ ഉള്ള ഓർഗാനിസം. കുറെ ഓർഗാനിസം ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഓർഗാനിസത്തിനെ, സെൽ വോൾ ഉള്ള ഓർഗാനിസത്തിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒന്ന് ഹെട്രോട്രോഫ്സും ഒന്ന് ഓട്ടോട്രോഫ്സും. ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് കിങ്ഡം ഫംഗയിൽ ഇൻക്ലൂഡ് ചെയ്തു. ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് കിങ്ഡം ഫംഗയിൽ ഇൻക്ലൂഡ് ചെയ്തു. ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് കിങ്ഡം പ്ലാന്റയിലാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് കിങ്ഡം പ്ലാന്റയിലും ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് കിങ്ഡം ഫംഗയിലും ഇൻക്ലൂഡ് ചെയ്തു. അതേപോലെ തന്നെ ആബ്സെൻസ് ഓഫ് സെൽ വോൾ, പിന്നെ ഇവിടെ സെൽ വോൾ നോക്കി മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കിയത് ഫംഗസ് പ്ലാന്റ് എന്ന് ഡിവൈഡ് ചെയ്തതോടൊപ്പം തന്നെ ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് ഇവരുടെ രണ്ടുപേരുടെ സെൽ വോൾ കോമ്പോസിഷനും ഡിഫറെന്റ് ആണ്. ഫംഗസിന്റെ സെൽ വോൾ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഫംഗസ് 3rd കിങ്ഡം, ഓക്കെ, 3rd കിങ്ഡം, പ്ലാന്റ് 4th കിങ്ഡം വി ക്യാൻ സേ. ഇവിടെ ഈ ഫംഗസിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ദ സെൽ വോൾ ഓഫ് ഫംഗസ് ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് കൈറ്റിൻ എന്ന ഒരു പോളിമർ കൊണ്ടാണ്
ഫംഗസിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലായി. പ്ലാന്റയുടെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളതോ ഒരു പോളിസാക്കറൈഡ് ആയിട്ടുള്ള സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പ്ലാന്റ്സിന്റെ സെൽ വോൾ. അപ്പോൾ സെൽ വോളിന്റെ കോമ്പോസിഷനിലും വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷനിലും വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ സെൽ വോൾ പ്രസന്റ് ആയിട്ടുള്ള യൂക്യാരിയോട്ടിക് മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിനെ ഫംഗസ് എന്നും പ്ലാന്റ് എന്നും ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിങ്ഡം ഫംഗയും കിങ്ഡം പ്ലാന്റേയും കിട്ടി. Now we can see here സെൽ വോൾ ഇല്ലാത്ത ഓർഗാനിസംസ് അവരെല്ലാം ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നതായിരുന്നു. സെൽ വോൾ ഇല്ലല്ലോ, അപ്പൊ സെൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നോക്കേണ്ട ആവശ്യമില്ല. സോ ഹിയർ വി ക്യാൻ സേ ദീസ് ഓൾ ഓർഗാനിസം ദേ വെർ ഷോയിങ് സിമിലാരിറ്റി ഇൻ ദർ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഇവരെല്ലാവരും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കിങ്ഡം ആനിമേലിയ എന്ന ഒരു സിംഗിൾ കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി ഈ സെയിം സംഗതി തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 17 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈ കിങ്ഡം എന്ന് പറഞ്ഞൊരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ടേബിളിനെ ഒന്ന് പരിചയപ്പെടാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ കണ്ടിന്യൂ ദ പോർഷൻ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തേക്കുന്നത് സെൽ ടൈപ്പ് പ്രോക്യാരിയോട്ട് ആണോ യൂക്യാരിയോട്ട് ആണോ, കിങ്ഡം മൊണീറ പ്രോക്യാരിയോട്ട് ആണ്, കിങ്ഡം പ്രോട്ടിസ്റ്റ യൂക്യാരിയോട്ട് ആണ്, ഫംഗൈ യൂക്യാരിയോട്ട് ആണ്, പ്ലാന്റേ യൂക്യാരിയോട്ട് ആണ്, ആനിമേലിയ യൂക്യാരിയോട്ട് ആണ്. ഇനി ആ സെയിം ക്യാരക്ടർ തന്നെയാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ ചോദിച്ചിട്ടുള്ളത്. ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ അനുസരിച്ച് ആ പ്രോക്യാരിയോട്ട് ആണോ യൂക്യാരിയോട്ട് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രോക്യാരിയോട്ടിൽ ആബ്സെന്റ് ആണ്, യൂക്യാരിയോട്ടിലെല്ലാം പ്രസന്റ് ആണ്. സോ ഹിയർ വി ക്യാൻ സേ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെന്റ് ഇൻ മൊണീറ ആൻഡ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ റിമൈനിങ് kingdoms. Okay, ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ if we see ബോഡി ഓർഗനൈസേഷൻ. അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നമ്മൾ ആദ്യം പഠിച്ച ഓർഡറിലാണ് കേട്ടോ നോക്കുന്നത്, എത്ര നമ്പർ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. മൊണീറ സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്, പ്രോട്ടിസ്റ്റ എങ്ങനെയാണ് സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്. മൊണീറ ഓൾറെഡി നമ്മൾ ഡിസൈൻ ചെയ്തതായിരുന്നു. പിന്നെ നമുക്ക് ഈ ബാക്കി യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിൽ നമ്മൾ പുറത്തെടുക്കാൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ കാണിക്കുന്ന പ്രോട്ടിസ്റ്റേനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ യൂണിസെല്ലുലാർ യൂക്യാരിയോട്ട് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറി. മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ ആണ് ഫംഗസിന്റെ, പ്ലാന്റയിൽ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ആണ്, ആനിമൽസിൽ ടിഷ്യൂ ലെവൽ അല്ലെങ്കിൽ ഓർഗൻ ലെവൽ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ. ഇനി ഇത് ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, മൊണീറ യൂണിസെല്ലുലാർ ആണ്, പ്രോട്ടിസ്റ്റയും യൂണിസെല്ലുലാർ ആണ്, ഫംഗൈ പ്ലാന്റ് ആനിമേലിയ ഇതെല്ലാം മൾട്ടി സെല്ലുലാർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൺസിഡർ ചെയ്ത് സെൽ വോൾ ആണ്. സെൽ വോൾ ഉള്ളതും സെൽ വോൾ ഇല്ലാത്തതും. ഇനി മൊണീറയുടെ കേസിലാണെങ്കിൽ സെൽ വോൾ ഉണ്ട്, പ്രോട്ടിസ്റ്റയുടെ കേസിൽ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ മൊണീറയിൽ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് എന്താണ്, സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് പോളിസാക്രൈഡും അമിനോ ആസിഡും കൊണ്ടാണ് കേട്ടോ. മൊണീറയിൽ പോളിസാക്രൈഡും അമിനോ ആസിഡും കൊണ്ടാണ് സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ പ്രോട്ടിസ്റ്റയിൽ ചിലതിന് സെൽ വോൾ ഉണ്ടാവും, ചിലതിന് സെൽ വോൾ ഉണ്ടാവില്ല. ഫംഗസിൽ സെൽ വോൾ പ്രസന്റ് ആണ്, പക്ഷേ സെല്ലുലോസ് അല്ല, കൈറ്റിൻ ആണ്. പ്ലാന്റയിൽ സെല്ലുലോസ് ആണ് അതിന്റെ സെൽ വോൾ, ആനിമേലിയയിൽ സെൽ വോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഈ ഓരോ ഓർഗാനിസവും ഡിഫർ ആകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി നെക്സ്റ്റ് ക്യാരക്ടർ കൺസിഡർ ചെയ്ത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അതായത് ഓട്ടോട്രോഫിക്, അതായത് കീമോസിന്തറ്റിക് ആൻഡ് ഫോട്ടോസിന്തറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷനും ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനും സാപ്രോഫൈറ്റിക് പാരസൈറ്റിക് ഇതൊക്കെ കാണിക്കുന്ന ഒരു കിങ്ഡാണ് കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നോക്കി ഇത് ഓർത്തിരുന്നോളണം കേട്ടോ. ഏറ്റവും കൂടുതൽ വെറൈറ്റി ഓഫ് ന്യൂട്രീഷണൽ ഹാബിറ്റ് കാണിക്കുന്ന ഓർഗാനിസത്തിന്റെ ഗ്രൂപ്പ് കിങ്ഡം മൊണീറയാണ്. നമ്മൾ കിങ്ഡം മൊണീറയെ പറ്റിയിട്ട് ആകെ ഒരു ക്യാരക്ടറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളൂ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ള പോളിസാക്രൈഡ് അമിനോ ആസിഡും കൊണ്ടാന്ന് പറഞ്ഞു. അത് നോൺ സെല്ലുലാർ ഫോം ആണ് കേട്ടോ. ശരിക്കും സെല്ലുലാർ ഫോം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് ഒക്കെ ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോൺ സെല്ലുലാർ ഫോമാണ് മൊണീറ എന്ന് പറയുന്നത്. സെല്ലുലാർ ഫോമാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ഫോം എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ല, ഇതിന്റെ സെൽ വോള് നോൺ സെല്ലുലാർ പോളിസാക്രൈഡ് ആൻഡ് അമിനോ ആസിഡ് ആണ്. അതായത് സെല്ല് സിന്തസൈസ് ചെയ്യുന്നതല്ലാത്ത പോളിസാക്രൈഡും അമിനോ ആസിഡ് ആണ്. അതിന്റെ ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ആണ്, എനിക്ക് തെറ്റിയതാണ്. ഓക്കെ, ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ആണ്, പക്ഷേ അതിന്റെ സെൽ വോള് നോൺ സെല്ലുലാർ പോളിസാക്രൈഡ് ആൻഡ് അമിനോ ആസിഡ് ആണ് കേട്ടോ. അതുപോലെ അതിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓർത്തിരുന്നോണ്ട് നമ്മൾ ആദ്യം പറയാത്ത കാര്യമാണ്. ഇനി പ്രോട്ടിസ്റ്റയുടെ കേസിലാണെങ്കിൽ പ്രോട്ടിസ്റ്റയിൽ സെൽ വോൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. ന്യൂക്ലിയർ മെംബ്രെയിൻ ക്ലിയർ ആയിട്ടുണ്ട്. ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ ലെവൽ ബോഡി ഓർഗനൈസേഷൻ കാരണം അത് യൂണിസെല്ലുലാർ ആണ്. ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒന്ന് ഓട്ടോട്രോഫിക് ആയിരിക്കാം അല്ലെങ്കിൽ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആയിരിക്കാം. അതുപോലെ ഫംഗസിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഫംഗസ് യൂക്യാരിയോട്ടിക് ആണ്. അതേപോലെ തന്നെ സെൽ വോള് പ്രസന്റ് ആണ്. സെൽ വോള്
എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കൈറ്റിൻ എന്ന മെറ്റീരിയൽ കൊണ്ടാണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ ബോഡി ഓർഗനൈസേഷൻ, സെല്ലുലാർ മൾട്ടി സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ ആണ് അതിന്റെ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മൾട്ടി സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് അത് കാണിക്കുന്നത്. അതുപോലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കിയാൽ ഹെറ്ററോട്രോഫിക്, ദാറ്റ് ഈസ് സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നതാണ് ഫംഗൈ. ഇനി കിങ്ഡം പ്ലാന്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സെൽ ടൈപ്പ് എന്ന് പറയുന്ന യൂകാരിയോട്ടിക് സെല്ലാണ്. അതുപോലെ അതിന്റെ സെൽ വോൾ സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട് അവർക്ക്. അതേപോലെ മൾട്ടി സെല്ലുലാർ ബോഡി ഓർഗനൈസേഷൻ ആണ്. ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ആണ് ഇവരുടെ ബോഡിയിൽ കാണുക. മോഡ് ഓഫ് ന്യൂട്രീഷൻ വന്നിട്ട് ഓട്ടോട്രോഫിക്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ. അതേപോലെ ആനിമേലിയ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. അതിനകത്ത് സെൽ വോൾ ആബ്സെന്റ് ആണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ ഒന്നുപോലെ മൾട്ടി സെല്ലുലാർ ആണ്, ഒന്നുപോലെ ടിഷ്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഓർഗൻ ആയിരിക്കും അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ആയിരിക്കും. പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ദാറ്റ് ഈസ് ഹോളോസോയിക് അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഷോൺ ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ആനിമേലിയ. ഓക്കെ, അപ്പൊ ഇതാണ് അഞ്ച് കിങ്ഡം ആയിട്ട് കൺസിഡർ ചെയ്തപ്പോൾ, 5 കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്തപ്പോൾ കൺസിഡർ ചെയ്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതിയപ്പോൾ എത്ര ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നൊന്ന് നോക്കിക്കേ. ഇവിടെ ഒരു ക്യാരക്ടർ അല്ലെ, അവിടെ ഒരു ക്യാരക്ടർ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ ഒരു ക്യാരക്ടർ പറഞ്ഞു, സെക്കൻഡ് ക്യാരക്ടർ. അതേപോലെ ഇവിടെ ഒരു ക്യാരക്ടർ പറഞ്ഞു, ഫോർത്ത് ക്യാരക്ടർ. ഇവിടെ ഒരു തേർഡ് ക്യാരക്ടർ, ഇവിടെ ഒരു ഫോർത്ത് ക്യാരക്ടർ പറഞ്ഞു. അപ്പൊ 4 ക്യാരക്ടർ ശരിക്കും നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞുള്ളൂ. നോക്കിയേ, ഇവിടെ 4 ക്യാരക്ടറേ ഉള്ളൂ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ സെൽ ടൈപ്പും ന്യൂക്ലിയർ മെംബ്രെയിനും കൂടി ഒന്നിച്ച് നമ്മൾ എഴുതി. സെൽ ടൈപ്പ് പ്രോക്യാരിയോട്ട് ആണെങ്കിൽ അതിന് ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആയതുകൊണ്ടാണ് അതിന്റെ പ്രോക്യാരിയോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ RH വിറ്റേക്കർ ആണ് 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഈ 5 കിങ്ഡം അദ്ദേഹം ഡിഫൈൻ ചെയ്ത മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, ആനിമേലിയ എങ്ങനെ 5 കിങ്ഡംസ് ആയിട്ടാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കിക്കോ. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്ത കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റിപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. ഓർത്തിരുന്നോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ന്യൂക്ലിയർ മെംബ്രെയിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഒന്നും ഇല്ല കേട്ടോ. അത് മൾട്ടി സെല്ലുലാർ ആണോ യൂണിസെല്ലുലാർ ആണോ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണ്, അത് ഓൾറെഡി ഇത് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹം അഡീഷണൽ ആയിട്ട് കുറച്ച് ഫംഗസിനെ പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തു എന്നാണ് അദ്ദേഹം 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ RH വിറ്റേക്കർ ചെയ്തത് 1969. അപ്പൊ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്ത ഒരു ക്യാരക്ടർ അല്ല, ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെൽ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ താലസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ്, മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ്, റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഓക്കെ, ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം കാൾ വോയ്സ് എന്ന് പറയുന്ന വേറൊരു സയന്റിസ്റ്റ് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം നോക്കിയപ്പോൾ ഈ കിങ്ഡം മൊണീറ ഉണ്ടല്ലോ, കാൾ വോയ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കേട്ടോ, അപ്പൊ എഴുതി തരാം. അദ്ദേഹം നോക്കിയപ്പോൾ ഈ കിങ്ഡം മൊണീറയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാക്ടീരിയാസ് അല്ലെങ്കിൽ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് 2 തരത്തിലുണ്ടെന്ന് മനസ്സിലായി. അതായത് ഈ 2 തരത്തിലുള്ള ഈ ബാക്ടീരിയാസ് അദ്ദേഹം നോക്കിയപ്പോൾ ഒരെണ്ണത്തിന് എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ കഴിയും, ഒരെണ്ണത്തിന് എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, ഈ കിങ്ഡം മൊണീറേനെ 2 ഡൊമെയിൻസ് ആയിട്ടാണ് അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. കിങ്ഡം മൊണീറേനെ 2 ഡൊമെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ 2 ഡൊമെയിനിൽ അദ്ദേഹം ആർക്കി ആൻഡ് ബാക്ടീരിയ ഇങ്ങനെ 2 ഡൊമെയിൻസ് ആയിട്ട് അദ്ദേഹം ഇതിനെ ഡിവൈഡ് ചെയ്തു. ആർക്കി ആൻഡ് ബാക്ടീരിയ. ഓക്കെ, ഇത് ഡൊമെയിൻസ് ആണ് കേട്ടോ, ഇത് ഡൊമെയിൻസ് ആണ്. അപ്പൊ ഈ ആർക്കി ഡൊമെയിനിൽ അദ്ദേഹം ഒരു കിങ്ഡത്തിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു, ദാറ്റ് ഈസ് ആർക്കി ബാക്ടീരിയ. ഇനി അത് എന്തുകൊണ്ടാണ് ഈ ആർക്കി ബാക്ടീരിയനെ കിങ്ഡം മൊണീറയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ കാരണം എന്നറിയോ? ആർക്കി ബാക്ടീരിയനെ കിങ്ഡം മൊണീറയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കിങ്ഡം മൊണീറയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനല്ല, ബാക്കി യു ബാക്ടീരിയയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം നോക്കിയപ്പോൾ ഈ ആർക്കി ബാക്ടീരിയയുടെ സെൽ വോളിനും സെൽ മെംബ്രെയിന്റെ കോമ്പോസിഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അതിന്റെ സെൽ വോളിന്റെ കോമ്പോസിഷൻ
ക്ലാസിഫിക്കേഷൻ ഡിഫറെൻ്റ് ആയിരുന്നു ബാക്ടീരിയ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആർക്കി ബാക്ടീരിയ നമുക്ക് ബാക്ടീരിയ ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് അതിനെ 2 ഡൊമെയിനായിട്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ആർക്കി ബാക്ടീരിയ ഇത് 2 ഡൊമെയിനാണ്. ഈ ഓരോ ഡൊമെയിൻ്റെയും കീഴിൽ ഓരോ കിങ്ഡം അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഈ ഡൊമെയിൻ്റെ കീഴിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത കിങ്ഡമാണ് യു ബാക്ടീരിയ എന്ന കിങ്ഡം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ അടുത്ത കിങ്ഡം വന്നു, ദാറ്റ് ഈസ് യു ബാക്ടീരിയ. അപ്പോൾ സി ഹിയർ ദിസ് യു ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ, ഇങ്ങനെ രണ്ടായിട്ട് മൊണീറേനെ 2 കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 2 കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറയുന്നതിൽ നല്ല 2 ഡൊമെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 2 ഡൊമെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഓരോ ഡൊമെയിനിലും ഓരോ കിങ്ഡം ഉൾപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ കിങ്ഡം ആർക്കി ബാക്ടീരിയ വന്നു, കിങ്ഡം യു ബാക്ടീരിയ വന്നു, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റി ആൻഡ് കിങ്ഡം ആനിമേലിയ വന്നു. അപ്പോൾ ഈ മൊണീറ എന്ന് പറയുന്നതിലാണ് ഈ 2 കിങ്ഡം വന്നത്, ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയ അല്ലെ. അപ്പൊ യൂക്യാരിയോട്ടില് അദ്ദേഹം അടുത്ത ഡൊമെയിൻ കണ്ടുപിടിച്ചു. യൂക്യാരിയോട്ടിൽ നിന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഡൊമെയിനാണ് യൂക്യാരിയ എന്ന ഡൊമെയിൻ. ഈ യൂക്യാരിയ എന്ന 3rd ഡൊമെയിനിൽ 4 കിങ്ഡംസ് അദ്ദേഹം പറഞ്ഞു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ ആൻഡ് ആനിമേലിയ. യൂക്യാരിയ എന്താണ്? ഒരു ഡൊമെയിനാണ്. അപ്പോൾ ഈ കാൾ വോയ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ ലിവിങ് ഓർഗാനിസത്തിനെ 3 ഡൊമെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ആർക്കി, ഒന്ന് ബാക്ടീരിയ, ഒന്ന് യൂക്യാരിയ. ഈ ആർക്കി എന്ന ഡൊമെയിനിലെ ഒരു സിംഗിൾ കിങ്ഡം ആണുള്ളത്, അത് ആർക്കി ബാക്ടീരിയ ആണ്. ബാക്ടീരിയ എന്ന ഡൊമെയിനിൽ ഒരു സിംഗിൾ കിങ്ഡം ആണ്, അത് യു ബാക്ടീരിയ ആണ്. യൂക്യാരിയ എന്ന ഡൊമെയിനിൽ 4 കിങ്ഡംസ് ഉണ്ട്, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, ആനിമേലിയ. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിങ്ഡം ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വിത്ത് 3 domains. 6 kingdom classification with 3 domains. It was introduced by the scientist Carl Woese. Okay, 6 kingdom classification. ഓക്കെ, ഇനി ഇദ്ദേഹം ഈ ആർക്കി ബാക്ടീരിയനെ പുറത്ത് എടുക്കാൻ കാരണം, അതായത് ഈ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിലെ ആർക്കി ബാക്ടീരിയ ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനൊരു കാരണം, വേറൊരു കാരണം കൂടെ ഉണ്ട്. ആർക്കി ബാക്ടീരിയ യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും കൂടി കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. സോ ഹിയർ വി വിൽ ജസ്റ്റ് റീഡ് ദിസ് പോർഷൻ. നമുക്ക് ഇതിനകത്ത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ടെക്സ്റ്റ് ബുക്ക് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. നിങ്ങളുടെ കയ്യിലും ഉള്ള ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അപ്പം ഞാൻ വായിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലാണ് ഈ ഇൻഫർമേഷൻ ഉള്ളത്. അതായത് ഒരു പാരഗ്രാഫ്, ഒരു കൊച്ചു പാരഗ്രാഫ്, ഈ RH വിറ്റേക്കറിൻ്റെ പാരഗ്രാഫിൻ്റെ ലെറ്റസ് ലുക്ക് അറ്റ് ദിസ് 5 കിങ്ഡം അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി കൂടിയിട്ടാണ് ഞാൻ വായിക്കുന്നത്. യു ജസ്റ്റ് ലിസൺ ദാറ്റ്. RH Whittaker in 1969 proposed a 5-kingdom classification. The kingdoms defined by him were named Monera, Protista, Fungi, Plantae and Animalia. The main criteria for classification used by him include cell structure, thallus organization, mode of nutrition, reproduction and phylogenetic relationship. Here the table, it gives a comparative account of different characteristics of the 5 kingdoms. So here we can see the kingdom Monera, its cell type is prokaryote, cell wall is non-cellular polysaccharide and amino acid, nuclear membrane is absent, body organization cellular, mode of nutrition it is autotrophic, chemosynthetic and photosynthetic autotrophic and heterotrophic, that is saprophytic and parasitic heterotrophic mode of nutrition is shown by Monera. Protista, they are eukaryote, present in cell wall is present in some organism, nuclear membrane is present, body organization cellular level of body organization, they may be autotrophic, that is photosynthetic autotrophic and heterotrophic organisms. Next, fungi, kingdom fungi, the cell type it is eukaryote, cell wall it is present and its cell wall is made with chitin, not cellulose, nuclear membrane present, body organization it is multicellular or loose tissue, mode of nutrition is heterotrophic mode of nutrition, that is saprophytic or parasitic mode of nutrition. Next one, the kingdom Plantae, cell type it is eukaryotic, cell wall it is present, that is cellulosic cell wall, nuclear membrane present and body organization that is tissue allengi organ and mode of nutrition vannitte autotrophic photosynthetic mode of nutrition. Ini kingdom Animalia, cell type eukaryotic cell type aanu, cell wall absent aanu, nuclear membrane present aanu, body organization multicellular, adayithu tissue allengi organ system type of body organization aanu, mode of nutrition that is heterotrophic mode of nutrition is followed by Animalia, kingdom Animalia. Okay, ini namukku next idinte continuation namukku next session il parayam keto.